തുമ്പി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങരുതെന്ന്. എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകുമ്പോഴേ നിനക്ക് സമാധാനമാവുള്ളൂ. റേഷൻ കടയിൽ പോയാൽ വല്ലതും കിട്ടുമെന്തോ. അതാണ്ട് മെമ്പർ വരുന്നു. മെമ്പറെ, വീടിന്റെ കാര്യം എന്തായി? ശരിയാക്കാം. ഇത് തന്നെ എപ്പോഴും പറച്ചില്. മോളെ പേടിക്കണ്ട കേട്ടോ, അമ്മ പെട്ടെന്ന് വരാട്ടോ. ശരി. ഇവിടെ ആരുമില്ലേ? ഗായത്രി, ഗായത്രി, ഞാനാ മെമ്പർ വിനോദ്. എന്താ വിളിച്ചിട്ട് കഥ തുറക്കാൻ എത്ര താമസം? ഇതെന്താ മെമ്പറെ, കുറ്റവാളികളോട് സംസാരിക്കുന്ന പോലെ? നീ അകത്തൊളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുട്ടി ഏതാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ബാക്കി നീ പോലീസിനോട് പറയേണ്ടി വരും. ഇവളാ ദിലീപിന്റെ ഉള്ള വില കൂടി കളയും. മെമ്പറെ, നിങ്ങളോട് പണ്ട് കൊടിയും പിടിച്ചിരുന്ന രാമകൃഷ്ണൻ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ തിങ്കളാഴ്ച അയാൾ മരിച്ചു. ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ? 20 മിനിറ്റ് മുമ്പ് എത്തിച്ചിരുന്നെങ്കിൽ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നെന്ന്. കൊച്ചേ, അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കണം അല്ലേ? ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന വണ്ടി വിളിക്കണമെങ്കിൽ 2 കിലോമീറ്റർ പോകണം. വഴി റെഡിയാക്കുന്ന ഫണ്ടെടുത്ത് 3 കൂടെ പുട്ടടിച്ചിട്ട് ആ പാവ മനുഷ്യന്റെ മരണത്തിൽ പോലും വരാത്ത നിങ്ങളാണോ ഞാനിവിടെ ഏതോ കുട്ടിയെ ഒളിപ്പിച്ചിരിക്കുന്നെന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ വരാൻ? ഈ നാറികളുടെ വാക്കും കേട്ട് വരാൻ ഉളുപ്പില്ലേ മെമ്പർക്ക്? എന്തിനാ അവളോടൊക്കെ കൂടുതൽ സംസാരിക്കുന്നത്? കയറി നോക്ക് മെമ്പറെ. ഏതവനാണ് എന്റെ വീട്ടിൽ കയറേണ്ടത്? ഞാനേ മരിച്ചുപോയ ഒരു ജവാന്റെ ഭാര്യയാ. എന്നെ ആക്രമിക്കാൻ വന്നു പറഞ്ഞ് ഞാനൊരു കേസ് കൊടുത്താലുണ്ടല്ലോ, നീയൊക്കെ അകത്താ. എന്റെ പാർട്ടി പോലെ തന്നെ ഞാനും പെശക. വൈകാതെ തന്നെ നീ അതറിയും.
ഉണ്ടെന്നൊന്ന് നോക്കണം. ഇതൊക്കെ കൂടി എന്നാണെന്ന് തോന്നുന്നു. അവിടെ കിടത്തിക്കോളൂ. തൽക്കാലം വിഷം മുകളിലോട്ട് കയറാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതൊക്കെ ഞാൻ പിന്നെ വാങ്ങാം. ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കും. പിടിക്കണം. എടാ പ്രദീപേ, ഇവളുടെ വീട്ടിൽ ശരിക്കും ഒരു കുട്ടിയുണ്ടോ? ഉണ്ടെന്നാണ് പറയുന്നത്. ഇവക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണല്ലോ അവളെ ഭർത്താവ് പട്ടാളത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തത്. വീട് വരെ ഒന്ന് ആക്കി തരാവോ? ഓ, ചേച്ചി, ഞാൻ ഇതുവരെ ഉള്ളൂ. കഴിഞ്ഞ തവണ നിങ്ങളെ വീടിൻ്റെ അങ്ങോട്ടൊന്ന് എനിക്ക് പണി കിട്ടിയതാണ്. ആയിക്കോട്ടെ. ചേച്ചി, മോക്ക് സുഖം തന്നെ? ഏത് മൂക്ക്? നിനക്ക് എന്തിനു സൂക്കേടടാ? നാട്ടുകാർ പറയുന്നതേ ചേച്ചിയുടെ വീട്ടില് ഒരു കുഞ്ഞിനെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്ന. ഈ നാട്ടുകാരെ നിന്റെ തന്ത വേറൊരാളെന്ന് പറഞ്ഞ് നീ വിശ്വസിക്കൂ? വേണ്ടായിരുന്നു തന്തയ്ക്ക് വിളിയായിട്ട്. മോനെ, മോനെ എണീക്ക്. വല്ലതും പറ്റിയോ? അയ്യോ മോനെ, എന്തേലും പറ്റിയോ? ഇല്ല മമ്മി, ഒന്ന് സ്ലിപ്പായതാ. ഈ ആന്റി എന്നെ പിടിച്ചെണ്ണിപ്പിച്ചത്. അപ്പുറത്തെ വീട്ടിലാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവനെ ആ പെട്ടിയെടുക്കാൻ ഒന്ന് സഹായിക്കാമോ? നിങ്ങളൊരു അമ്മയാണോ? ഈ കുട്ടിയെ കൊണ്ട് ഇതൊക്കെ ചുമക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ നോക്കി നിൽക്കുവാണോ? സോറി, ഞാനൊരു ബ്ലൈൻഡാണ്. അയ്യോ, നിങ്ങൾക്ക് കണ്ണാൻ പാടില്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവനെ ഒന്ന് സഹായിക്കാവോ? അതിനെന്താ? ഇത് കൊണ്ടുവന്നവർ ഇവിടെ വെച്ചിട്ടങ്ങ് പോയി. ക്യാഷ് എത്ര വേണമെങ്കിലും തരാം. സാരമില്ല, ഞാൻ സഹായിക്കാം നിങ്ങളെ. ആന്റി, ആ, ആള് നല്ല സ്മാർട്ടാണല്ലോ. എന്താ മോന്റെ പേര്? അർജുൻ. ആ, ഇതേ മോൻ തന്നെ വെച്ചു. എന്ത് സഹായം വേണമെങ്കിലും ആന്റിയെ വിളിച്ചാൽ മതി. ആ കാണുന്നതാണ് ആന്റിയുടെ വീട്. ശരി. ഇവിടെ തന്നെയാണോ നീ കൊച്ചിനെ ഒളിപ്പിച്ച് വെച്ചത്? ഇവിടെ തന്നെ. എടാ, ലക്ഷങ്ങളുടെ മുതലാ അത്. നീ ഒന്നുകൂടെ ഓർത്തു നോക്കിയേ. ഇനി പോലീസ് എങ്ങാണ്. ശരി, ഇനി അധിക സമയം ഇവിടെ നിൽക്കണ്ട. വാ. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. നീയാണോ ഗായത്രി? ഈ വീട്ടിലേതെങ്കിലും കുട്ടിയെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പുറത്തിറക്ക്, ഞങ്ങളുടെ ജോലി കുറഞ്ഞിരിക്കും. ഇല്ല മാഡം, ഹസ്ബൻഡ് മരിച്ച ശേഷം ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാ. ഈ വീടൊന്ന് തുറന്നു കൊടുക്ക്. പെട്ടെന്ന്.
സെർച്ച്. ഒരു റൂം അടച്ചിട്ടിരിക്കുകയാണല്ലോ, അതിന്റെ ചാവിയും കിടക്ക്. എന്താടി നിന്റെ കയ്യിലൊരു പൊതി? അത് ഇങ്ങട്. ഇത് ആർക്കാ ഐസ്ക്രീം? പറയടി. ആർക്കാ ഐസ്ക്രീം? അത് മാഡം അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് മേടിച്ചതാണ്. മാഡം, അകത്താരും ഇല്ല. ശരി. അവളെ കണ്ടിട്ടൊരു കള്ളലക്ഷണം ഉണ്ട്. എന്താ ഗായത്രി, പോലീസൊക്കെ എന്താ പ്രശ്നം? അത് ഞാനൊരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിരുന്നു, അതിന്റെ കാര്യം തിരക്കാൻ വന്നതാ. ആ പിന്നെ ഗായത്രി, വീടും പരിസരമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. ഇന്നലെയും പാമ്പ് പിടിച്ചൊരു കുട്ടിയെ വൈദ്യശാലയിൽ കൊണ്ടുവന്നു. ഇവിടെ മൊത്തം പാമ്പിന്റെ ശല്യ. രാത്രി പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോളണേ. ശരി. മേഘമേയു
ഇല്ലാത്ത വീഥികൾ നീളേ പാദമിന്നുമിടറി ഇരുവഴികൾ തേടി നിൽക്കേ നാം പറയാൻ മറന്നു നിൽക്കേ എന്തോ പറയാൻ മറന്നു നിൽക്കേ. ഗായത്രി ഉള്ളത് എത്ര നന്നായി. ഒത്തിരി നാളുകൊണ്ട് വിചാരിക്കുന്നു ഇവനൊരു ആധാർ കാർഡ് എടുക്കണമെന്ന്. അതെ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ? അയ്യോ എനിക്കിപ്പോ ഒന്നും വേണ്ട, നിങ്ങൾ കഴിക്കും. അത് പറ്റത്തില്ല, ആന്റി വന്നേ പറ്റത്തുള്ളൂ. അതെ, ഒന്ന് ചോദിച്ചോട്ടെ, കാഴ്ച കുഞ്ഞുനാളിൽ നഷ്ടപ്പെട്ടതാണോ? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? എനിക്കൊരു 10 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങിയത്. വളർന്നപ്പോൾ കല്യാണമേ വേണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷേ വീട്ടുകാർ വിലയ്ക്കാണ് ഒരു ഭർത്താവിനെ മേടിച്ചു തന്നത്. എന്നിട്ട് എന്തായി? എൻ്റെ കൺമുമ്പിൽ വെച്ച അയാൾ വേറൊരുത്തിയുമായി. എൻ്റെ ഈ മോൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? അവളും അയാളുമായിട്ട്. പിന്നൊന്നും മിണ്ടാ നിന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അയ്യോ, വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചല്ല. അതെ, നമുക്ക് പണം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, മനസ്സമാധാനം കൂടി വേണം. അയാൾ പേടിച്ച ഞാൻ ആ സ്ഥലം വിട്ടിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നത്. ഗായത്രി, ഇവന് കണക്ക് തെറ്റും. ആ ബില്ലൊന്ന് പേ ചെയ്തേക്കാമോ? ആ, ചെയ്യാം.
വഴിക്കാക്കി പോയപ്പോ എന്ത് കിട്ടി? ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെങ്കിലും വളർത്തി കഴിഞ്ഞേനെ. ഞാനിനി ഒറ്റയ്ക്ക് എന്തിനു ജീവിക്കണം? ഞാനും വരും ഏട്ടൻ്റെ അടുത്തേക്ക്. എവിടുന്നാ മോളെ? പേരെന്താ? മോളെ പേരെന്താ? ആത്മഹത്യ ചെയ്യാൻ പോയ എനിക്ക് ദൈവം അറിഞ്ഞു തന്ന കുഞ്ഞാണിത്. ഒരു ഊമയാണെന്ന് തോന്നുന്നു. അമ്മ എന്നുള്ള വിളി കേൾക്കാൻ എനിക്ക് യോഗമില്ല. എന്നാലും ഞാനവളെ വളർത്തും. ആരും അറിയാതെ എൻ്റെ സ്വന്തം മോളെ പോലെ. ആന്റി, ആന്റി. മിത്രയോ? ഗായത്രി എന്താ ഇന്നലെ ഒന്നും മിണ്ടാതെ അങ്ങ് പൊക്കളഞ്ഞത്? അത് ഞാനിന്നലെ വീട് പൂട്ടിയില്ലായിരുന്നു. അതാ പെട്ടെന്ന് ഇങ്ങ് വന്നത്. വാ, കേറി വാ. ഗായത്രിയോട് സംസാരിക്കുമ്പോൾ എൻ്റെ പാതി വിഷമം കുറഞ്ഞ പോലെ ഒരു തോന്നല. എനിക്ക് അർജുൻ മാത്രമല്ല, ഒരു മോള് കൂടി ഉണ്ട്, നിള. ഒരിക്കൽ ഷോപ്പിങ്ങിന് പോയപ്പോൾ ആരൊക്കെയോ ചേർന്ന് എൻ്റെ മോളെ തട്ടിക്കൊണ്ടുപോയി. തിരക്കാൻ ഇനി ഒരു സ്ഥലം ബാക്കിയില്ലായിരുന്നു. എവിടെയാണെങ്കിലും എൻ്റെ മോള് ജീവനോടുണ്ടെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. ഹലോ, നിന്റെ അമ്മയുടെ കൂടെ. ഹലോ, ഇത് ഞാനാ, രഘു. നിങ്ങളോട് എന്നെ വിളിക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? പിന്നെന്തിനാ വിളിക്കുന്നത്? നിന്റെ സുഖവിവരം അന്വേഷിക്കാനല്ല ഞാനിപ്പോൾ വിളിച്ചത്. എനിക്ക് തരാനുള്ള പാതി ഷെയർ തന്നിട്ട് നീ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. എനിക്കതൊരു വിഷയമല്ല. ഒരു ചില്ലി കാശ് പോലും ഞാൻ തരത്തില്ല. അതെടുത്ത് എന്റെ മുന്നിൽ കിടന്ന് കൂത്താടാനല്ലേ? എന്നെ വിളിച്ച് നീ എവിടെ പോയാൽ നിന്നെ ഞാൻ കണ്ടുപിടിക്കും. ഓർത്തോ, ഇത് രഘുവാ പറയുന്നത്. എന്റെ ഹസ്ബൻഡാ വിളിച്ചത്. അവരിനി എന്റെ ഷെയർ കൂടി വേണോന്ന്. എന്നാ ശരി ഗായത്രി, ഞാൻ ഇറങ്ങട്ടെ. ഇന്നലെ അങ്ങനെ പോയതുകൊണ്ട് എന്താണെന്നറിയാൻ വേണ്ടി വന്നതാ. അയ്യോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അത് മറന്നുപോയി. ഒന്നും വേണ്ട, ഇനി ഒരിക്കലാകാം. ഞങ്ങള് ഇവിടെ തന്നെ ഉണ്ടല്ലോ.
ആന്റി ആന്റി കഥ പറ. അമ്മ അമ്മ ഇവിടെ. ആന്റി ആന്റി കഥ പറ. ആന്റി 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 അവിടെ. അമ്മ എന്താ മോനെ, എന്താ പറ്റി? വാ. അയ്യോ മിത്ര, മിത്ര എന്താ പറ്റിയ മിത്ര? മിത്ര അയ്യോ നോക്കട്ടെ. അയ്യോ മിത്ര മോനെ, അമ്മ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. ആന്റി ഒരു വണ്ടി ഇട്ടു നോക്കട്ടെ. അയ്യോ അമ്മ 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 അയ്യോ അമ്മ അമ്മ അമ്മ. അയ്യോ ഒരു വണ്ടി ഒന്ന് പെട്ടെന്ന് കിട്ടിയായിരുന്നെങ്കിൽ ഈശ്വരാ. ഓട്ടോ ഓട്ടോ ഓട്ടോ. അയ്യോ നിർത്തണേ. ഓട്ടോ ഓട്ടോ. അയ്യോ അത് നിർത്ത് 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 നിർത്ത്. പ്രദീപെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അന്ന് നീ പറഞ്ഞത് ഓർമ്മയുണ്ടാ? നീ മറന്നാലും ഞാൻ മറക്കില്ല. ഇനി ഞാൻ ചെയ്യുന്നതേ നീ ഒരിക്കലും മറക്കില്ല. പ്രദീപെ വാശി കാണിക്കാനുള്ള സമയമല്ല, ഒരു ജീവൻ രക്ഷിക്കാനാണ്. ഓടി. പ്രദീപെ പ്രദീപെ പ്ലീസ് പോവല്ലേ പ്രദീപെ. എന്താ ഗായത്രി? നമുക്ക് കാര്യം ചെയ്യാം, വൈദ്യന്റെ അടുത്ത് കൊണ്ടോ. ശരി. മോളെ ഗായത്രി, വിഷം ശരീരം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. എത്തിച്ചാലും രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. അതെ 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 വാടാ. മിത്ര എന്താ നിന്റെ മോള്? എന്റെ പൊന്നു മോളെ. നിളെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവളുടെ കള്ളക്കളി? വൈദ്യരെ, ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. വിലം കൂടി എടുക്കാൻ പറ. ഇവളുടെ നാടകത്തിന്റെ കർട്ടൻ ഇന്ന് വീഴും. എന്നാ ശരി, നമുക്ക് പോവാം. ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട്. ഓക്കെ, ഇവരെ പിടിച്ച് വണ്ടി കയറ്റ്. സാർ വാ ഇങ്ങോട്ട്. സാർ ഒരു നിമിഷം. ഇവിടെ നടന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഗായത്രി, ഇനി ഞാൻ ജീവിക്കുമെന്ന് തോന്നുന്നില്ല. എന്റെ അവസാനത്തെ ആഗ്രഹം ഞാൻ പറഞ്ഞോട്ടെ. എന്റെ മക്കൾ രണ്ടുപേരെയും ഞാൻ ഗായത്രിയെ ഏൽപ്പിക്കുന്നു. ദയവായി ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ മരണമൊഴിയായി രേഖപ്പെടുത്തണം. അപ്പോൾ നീ ഒന്ന് വീഡിയോ എടുക്കും.
ഇതെന്റെ 2 മക്കൾ, അർജുനും നിളയും. ഞാനിനി ജീവിക്കാൻ സാധ്യതയില്ല. എന്റെ ഭർത്താവും ബന്ധുക്കളുമായി അമ്മ എനിക്ക് ബന്ധമില്ല. അതിനാൽ എന്റെ ഈ 2 മക്കളെയും എന്റെ സ്വത്തുക്കളും ഞാൻ ഈ ഗായത്രി ഏൽപ്പിക്കുന്നു. ഇതെന്റെ മരണവഴിയാണ്.